Meet the editors. തിരിമറി തെളിയുമോ എന്നാണ് ചോദ്യം. പി. എസ്. സുനിൽ, ബി.ജെ.പിയിൽ തിരിമറികളുടെ പല കഥകളായി. തെളിയാൻ വല്ല സാധ്യതയുണ്ടോ? ബി.ജെ.പി ആയതുകൊണ്ട് തിരിമറി തെളിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പ്രത്യേക വാഷിംഗ് മെഷീൻ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി എന്ന് മറ്റ് പാർട്ടികളൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ അതെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിലാണ് ബി.ജെ.പി ദേശീയ തലത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ പി സി ജോർജ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തെരുവിലല്ല, പൊതുവേദിയിലല്ല, ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലല്ല. അവിടെ ബി.ജെ.പിയുടെ RSSൻ്റെ ഒരു ക്ലോസ് ഡോർ പ്രോഗ്രാമിലാണ്. അത് ബി.ജെ.പിക്കാരും RSSകാരും മാത്രം പങ്കെടുത്ത ഒരു ക്യാമ്പിനുള്ളിലാണ് പി സി ജോർജ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് ആ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാൾ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പിനകത്ത് തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ബി.ജെ.പിയിലും RSSലും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 4.5 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ എത്തിയെന്നും പൂഞ്ഞാർ മണ്ഡലത്തിൽ ചെലവഴിക്കാനായി കൊണ്ടുവന്നുവെന്നും അത് പക്ഷേ അവിടെ ചെലവഴിച്ചില്ല, ഞാൻ 1 രൂപ പോലും കണ്ടില്ല, ബൂത്തുകൾക്ക് നൽകേണ്ട 31,000 രൂപ പോലും നൽകിയില്ല എന്നാണ് പി സി ജോർജ് വലിയ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പി സി ജോർജ് പറഞ്ഞതിൽ 2 പ്രശ്നമുണ്ട്. 4.5 കോടി രൂപ ബി.ജെ.പി അവിടെ ചെലവാക്കിയിട്ടുണ്ടോ എന്നത് ബി.ജെ.പിയെ തന്നെ കുരുക്കിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണോ പി സി ജോർജ് പിന്നീട് അത് മാറ്റി പറഞ്ഞത് എന്ന കാര്യം വ്യക്തമല്ല. 40 ലക്ഷം രൂപയാണ് കേരളത്തിലൊരു മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 4.5 കോടി രൂപ കേരളത്തിൽ ഇപ്പോൾ പൂഞ്ഞാറിൽ ചിലവാക്കിയിട്ടുണ്ടാകാം എന്ന് പി സി ജോർജ് പറയുമ്പോൾ കേരളത്തിൽ മൊത്തം ബി.ജെ.പി എത്ര കോടി രൂപ ചിലവഴിച്ചിരിക്കും, എത്ര കോടി രൂപ ഒഴുക്കിയിരിക്കും എന്ന ഒരു വലിയ ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. ഏതായാലും പി സി ജോർജിൻ്റെ കാര്യത്തിൽ പി സി ജോർജ് ബി.ജെ.പി യോഗത്തിൽ കള്ളം പറയേണ്ട കാര്യം ഇല്ല. പക്ഷേ പി സി ജോർജ് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പി സി ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ യാത്ര അത് മുന്നണികൾ മാറി, പാർട്ടി മാറി, പറഞ്ഞത് മാറ്റിപ്പറഞ്ഞ് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ പി സി ജോർജിൻ്റെ തലയുണ്ടാകും. ഏതായാലും ഒടുവിൽ പി സി ജോർജ് അവസാന വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ബി.ജെ.പി. അതുകൊണ്ടാണ് പി സി ജോർജ് ഇന്ന് പറയുന്നത് ഇനിയിപ്പോൾ വേറൊരു വണ്ടിയിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് അവസാന വണ്ടിയാണ്. അതിനിടയിൽ പി സി ജോർജ് ഒരു ബ്ലണ്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്, കടന്നുപോയി. അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ബി.ജെ.പിയിൽ ഇപ്പോൾ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. ബി.ജെ.പിയിൽ ഇത് ആദ്യത്തെ ആരോപണമല്ല. നേരത്തെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ദേശീയ ബി.ജെ.പി അടക്കം അറിഞ്ഞ കാര്യമാണ്. എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം വന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലേ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നില്ലേ, എന്ത് നടപടിയാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ അവിടെയും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മൾ ദേശീയ ബി.ജെ.പിയുടെ സാഹചര്യം പരിശോധിക്കൂ. നമുക്ക് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് റാലികൾ നടത്തും. മോദി നടത്തുന്ന ഒരു റാലിക്ക് ചുരുങ്ങിയത് 15 മുതൽ 50 കോടി രൂപ വരെ ചിലവ് വരും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 കോടി മുതൽ 50 കോടി രൂപയാണ് അതിൻ്റെ ചിലവ് വരിക. കണക്കില്ലാത്ത ചിലവാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കണക്കില്ലാത്ത അത്രയും പണം ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായിക്കോട്ടെ മറ്റ് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനങ്ങൾക്കായിക്കോട്ടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ 2024-25 വർഷം ബി.ജെ.പിക്ക് സംഭാവനയായി കിട്ടിയിരിക്കുന്നത് 6,000-ലധികം കോടി രൂപയാണ്. അതായത് ഇന്ത്യയിൽ രാജ്യത്ത് എല്ലാ പാർട്ടികൾക്കുമായി കിട്ടിയിട്ടുള്ള മൊത്തം സംഭാവനയിൽ 91% പണം കിട്ടിയത് ബി.ജെ.പിക്കാണ്. 91%. അതിൽ ടാറ്റയുണ്ട്, അതുപോലെ തന്നെ ഈ ഭാരതി എയർടെല്ലുണ്ട്, അതുപോലെ മേഘ കൺസ്ട്രക്ഷൻ, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളുമുണ്ട്. കുപ്രസിദ്ധ മേഘ കൺസ്ട്രക്ഷൻ 1000 കോടി രൂപയാണ്, 584 കോടി രൂപയാണ് ബി.ജെ.പിക്ക് സംഭാവനയായി നൽകിയത്. ആ മേഘ കൺസ്ട്രക്ഷന് 4,500 കോടി രൂപയുടെ ജമ്മു കാശ്മീർ ടണൽ നിർമ്മാണ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. 3,681 കോടി രൂപയുടെ മറ്റ് കരാറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ടാറ്റ ഗ്രൂപ്പ് നൽകിയത് 1000 കോടി രൂപയാണ് ബി.ജെ.പിക്ക്. 40,000 കോടി രൂപയുടെ സബ്സിഡിയാണ് ടാറ്റ ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് 2 സെമി കണ്ടക്ടർ മിഷൻ്റെ പ്രോജക്റ്റിന് വേണ്ടി. 40,000 കോടി രൂപയുടെ സബ്സിഡി ടാറ്റ ഗ്രൂപ്പിന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ വേദാന്ത 230 കോടി
രൂപ നൽകിയിട്ടുണ്ട്. ഒരുപാട് മൈനിങ് പ്രോജക്റ്റ് വേദാന്ത കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതി എയർടെൽ 197 കോടി രൂപ നൽകിയിട്ടുണ്ട്. നിരവധി സ്പെക്ട്രം ലൈസൻസുകളുമായി ബന്ധപ്പെട്ടുള്ള അനുമതി എയർടെൽ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് സർക്കാർ മെഷീനറികൾ അനുകൂലമല്ലാത്ത തരത്തിൽ സ്പെക്ട്രം വിതരണത്തിന്റെ അതെ സ്വകാര്യ കമ്പനികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇത്തരം കോർപ്പറേറ്റ് സ്വകാര്യ സംവിധാനങ്ങൾക്ക് കൈയയച്ച് സഹായം നൽകുന്നു. മറുവശത്ത് ഇതേ കമ്പനികൾ BJPക്ക് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന നൽകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ ആരാണ് ഇവിടെയുള്ളത്? ഒന്നാമത്തെ കാര്യം. 2, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് എത്ര പേർ BJPയിൽ ചേർന്നു? അവരിൽ ഭൂരിഭാഗം പേരും ED അന്വേഷണം നേരിട്ടവരാണ്. 2 മുഖ്യമന്ത്രിമാരുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ആ കേസിൽ CBI അന്വേഷണം നേരിട്ടിരുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ അസമിൽ BJPയുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ നേരത്തെ ഹിമന്ത ബിശ്വ ശർമ്മ BJPയിൽ ചേർന്ന സമയത്ത് അന്ന് അമിത്ഷായോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം BJPയിൽ ചേർന്നല്ലോ, ഇദ്ദേഹത്തിനെതിരെ ശാരദ ചിട്ടിത്തട്ടിപ്പ് അടക്കമുള്ള CBI കേസുകളുണ്ടല്ലോ, അന്വേഷണത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഏത് വഴിക്ക് പോയി എന്നത് പോയ വഴിക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. രണ്ടാമത്തെ നേതാവ് സുവേന്ദു അധികാരി, ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. സുവേന്ദു അധികാരിക്കെതിരെയും നിരവധി അഴിമതി കേസുകളുണ്ട്. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ അദ്ദേഹം പ്രതിയാണ്. മാത്രമല്ല നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പണം വാങ്ങുന്ന വീഡിയോ ഉണ്ട്. സുവേന്ദു അധികാരി പണം വാങ്ങുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ സുവേന്ദു അധികാരിയാണ് BJPയുടെ മുഖ്യമന്ത്രിയായി പശ്ചിമ ബംഗാളിൽ ഭരിക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ എത്ര നേതാക്കളാണ് NCPയിൽ നിന്ന്, ശിവസേനയിൽ നിന്ന്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എത്ര നേതാക്കളാണ് CBI അന്വേഷണം നേരിട്ട, ED അന്വേഷണം നേരിട്ട, വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള എത്ര നേതാക്കളാണ് കഴിഞ്ഞ കാലങ്ങളിൽ BJPയിൽ ചേർന്നത്? അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീനിലേക്ക് നിങ്ങൾ ആളുകളെ ഇടും, അവരെ കഴുകി വൃത്തിയാക്കി പുറത്തേക്ക് എടുക്കും, ഒരു അന്വേഷണ ഏജൻസിയും പോകില്ല. ഇനി അയോധ്യ സംഭാവന തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നല്ലോ. എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? എന്തോ ഒരു വലിയ അന്വേഷണം പ്രഖ്യാപിച്ചു, കുറേ ദിവസം അവിടെ വലിയ നാടകങ്ങളൊക്കെ നടന്നു. ആരെയെങ്കിലും ഇതുവരെ പിടിച്ച് ഈ കേസിൽ കൃത്യമായി ഇന്ന ആളുകളാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിന് ഉത്തരവാദികളായ ആളുകൾക്ക് നേരെ അന്വേഷണം നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അയോധ്യയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. അവിടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഒന്നും തന്നെ അന്വേഷണം പോയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചപ്പോൾ സഭാരേഖകളിൽ നീക്കി. ചന്ദാ ചോർ കഹാ മിലേഗ BJP കെ ദഫ്തർ മേ എന്നാണ്. BJPയുടെ ഓഫീസിൽ എവിടെ കിട്ടും സംഭാവന കൊള്ളക്കാരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഈ 2 പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും പ്രതിപക്ഷ പാർട്ടികൾ വലിയ മുദ്രാവാക്യം ഉയർത്തിയത്, വലിയ പ്രതിഷേധം ഉയർത്തിയത്, സഭാകവാടത്തിൽ പ്രതിഷേധം ഉയർത്തിയത്. ഒരു വാക്ക് പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രധാനപ്പെട്ട നേതാക്കളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും വിവാദമായി ദേശീയ തലത്തിൽ തുടരുകയാണ്. അപ്പോഴാണോ കേരളത്തിൽ ഒരു 4.5 കോടി രൂപയുടെ പ്രശ്നം? 12 കോടി രൂപ പോയതിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ട് 12 കോടി രൂപ കാണാനില്ല. അതായത് കണക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും പണം കേരളത്തിൽ ഒഴുകിയിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ 12 കോടി പോയി എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അവിടെ 100 കണക്കിന് കോടി രൂപ പോയതിനെക്കുറിച്ച് എത്തും പിടിയുമില്ല. അതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ BJPയിൽ കഴിഞ്ഞ കുറേ കാലമായി ആവശ്യത്തിലധികം പണമുണ്ട്. അപ്പോൾ പണം മോഷ്ടിക്കുന്ന ആളുകൾക്ക്, അഴിമതി നടത്തുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രമായി BJP മാറുന്നുണ്ട്. അങ്ങനെ സംരക്ഷണ കേന്ദ്രം ഒരുക്കുന്ന BJP എങ്ങനെയാണ് ഈ അഴിമതിയൊക്കെ കണ്ടെത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഏതായാലും PC ജോർജ് തുറന്നു പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തുറന്നു പറഞ്ഞു. പക്ഷെ പുറത്തു വന്നത് മാറ്റി പറഞ്ഞെങ്കിലും മറ്റേ പറഞ്ഞ വാക്ക് അല്പം കടന്നുപോയി. BJPയിൽ ഏതായാലും ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അഴിമതി നല്ല രീതിയിൽ നടക്കും. കേരളത്തിലേക്ക് ഈ പണമൊഴുക്ക് എന്ന് BJP നിർത്തുന്നോ അന്നേ കേരളത്തിലെ BJP രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. തിരിമറി തെളിയുമോ എന്ന ചോദ്യത്തിന് തിരിമറി തെളിയാനുള്ള സാധ്യതയില്ല. അതായത് BJP സ്വയം അന്വേഷിക്കുകയാണെങ്കിൽ അത് തെളിയാൻ സാധ്യതയില്ല. പുറത്തുനിന്ന് പരാതി വരണം. അത് എത്രത്തോളം വരുമെന്നുള്ളതാണ്. ഇപ്പോൾ PC ജോർജ് പൂഞ്ഞാറിൽ ജയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ജയിച്ചിരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പരാതി നൽകണം. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി, ക്ഷമിക്കണം, ജോർജ് സജി ആരാണ് അവിടെ ജയിച്ചത്? കോൺഗ്രസ് ആണ്.
ക്ഷമിക്കണം. എന്തായാലും ജയിച്ച പ്രതിനിധി അവിടെ നിന്നും കേസ് കൊടുക്കണം. ആ കേസ് കൊടുക്കാൻ അവർ പോയി കഴിഞ്ഞാൽ ജയിച്ച സ്ഥാനാർത്ഥി കേസ് കൊടുക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 4.5 കൊടുക്കാൻ വരാതെ കേട്ടോ. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പ്രതികരിച്ചിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലും പ്രതികരിച്ചിരുന്നു. പക്ഷേ ജയിച്ച പാർട്ടിയിലെ ആളുകൾ പരാതി നൽകാറില്ല. സാധാരണ തോറ്റു കഴിയുമ്പോഴാണല്ലോ പരാതി കൊടുക്കുക. അപ്പോൾ PC ജോർജ് സാധാരണഗതിയിൽ ഇപ്പോൾ കോൺഗ്രസ് BJP നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ 40 ലക്ഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ ഉപയോഗിക്കാനാവുക. പക്ഷേ ആ ചട്ടം മറികടന്നുകൊണ്ട് കോടികൾ, അതായത് 30 A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് 4.5 കോടി വീതം എന്നാണ് നമുക്കറിയാനാകുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് 4.5 കോടി വീതം എന്ന് പറയുമ്പോൾ മുഴുവൻ സംസ്ഥാനത്തേക്കും എത്ര കോടികൾ വന്നിട്ടുണ്ടാകും? A ക്ലാസ് കണ്ണിൽ 4.5, ബാക്കിയെല്ലാം എത്ര കോടികൾ ഉണ്ടായിട്ടുണ്ടാകാം? ആ കണക്ക് വലിയ കണക്കായിരിക്കും. അപ്പോൾ ആ 4.5 കോടി ഇപ്പോൾ ഒരുപക്ഷെ പൂഞ്ഞാർ ഒരു A ക്ലാസ് മണ്ഡലമല്ല. പക്ഷേ PC ജോർജ് ആയതുകൊണ്ട്, PC ജോർജ് മുൻപ് ജയിച്ചിട്ടുള്ള ആൾ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 4.5 കോടി അവിടേക്ക് എത്തിയിട്ടുണ്ടാകാം. അത് എങ്ങനെയൊക്കെ അവിടെ തിരിമറി നടന്നു എന്നുള്ള കാര്യം PC ജോർജ് എന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എത്രയും ഇനി മാറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത് പുറത്ത് മറ്റാരോടെങ്കിലും വിളിച്ചു പറയില്ല, പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. ഇതിൽ വിശദീകരണം നൽകണമെന്ന് PC ജോർജിനോട് ആവശ്യപ്പെടുന്നു. ഒരു നിർദ്ദേശമായി തന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. അതിനുശേഷം നമുക്ക് കാണുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താസമ്മേളനമാണ്. അദ്ദേഹം പറയുന്നത് PC ജോർജ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അതോടുകൂടി അത് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ BJP-യിൽ നിന്നും 3 പേർ നിയമസഭയിലേക്ക് എത്തിയ തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. ആ 3 വിജയങ്ങൾ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, 3ഇടത്തെയും വിജയങ്ങൾ കൂടി ഏത് തരത്തിലുള്ള വിജയമാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ട കാര്യം, പാലക്കാട് പണവും സാരിയും അല്ലേ വിതരണം നടന്നത്. പണവും സാരിയും വിതരണം നടന്നു. അതും ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നടന്ന പ്രവർത്തക കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ പോയി ഒരു സ്ത്രീക്ക് കൊടുക്കുന്നു. ആ വൃദ്ധയായ സ്ത്രീ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ പണം വാങ്ങിയെന്ന്. ആ കേസൊക്കെ എന്തായി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ആ പറഞ്ഞ പൈസ വാങ്ങി എന്ന് പറഞ്ഞ അവർ മൊഴി മാറ്റി എന്നുള്ള, അങ്ങനെ ഒരു മൊഴി മാറ്റിയതോടുകൂടി അന്വേഷണം അവിടെ നിലയ്ക്കുമോ? അതാണ് എൻ്റെ സംശയം. ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാണ് ആ അന്വേഷണം അവിടെ നിലച്ചിരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ സാരി വിതരണവും ഈ പറഞ്ഞ പാലക്കാട് തന്നെ നടന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇതാ BJP-യിൽ നിന്നും രാജിവെച്ചിരിക്കുന്ന ദേവൻ, അദ്ദേഹം ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ കിറ്റ് വാങ്ങി എന്നുള്ള വിവാദം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ആ കിറ്റ് വാങ്ങാൻ പോയതും അപ്പോഴും മാധ്യമങ്ങൾ അവിടെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. അത് അവിടെ വലിയ പ്രശ്നവും സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും, അതായത് BJP അധികാരത്തിലെത്തിയ 2014 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഫണ്ട്, കോടികൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിലേക്കും കോടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കോടികൾ, ഇത് 2 തരത്തിലുള്ള ആരോപണങ്ങളാണ് BJP-യിൽ ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫണ്ട് വിതരണം ഏത് രൂപത്തിൽ ഉപയോഗിച്ചു, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ദേശീയ നേതൃത്വം എങ്ങനെയൊക്കെയാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്, അവർക്ക് എവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണല്ലോ. ഇത് അവിടെ നിന്ന് വന്ന ഫണ്ട് ഇവിടെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫണ്ട്, അത് നേതാക്കളുടെ യാത്രയുണ്ട്, താമസമുണ്ട്, പ്രചാരണമുണ്ട്. രണ്ടാമത്തത് മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് വിതരണം ചെയ്തതിൽ ഓരോ മണ്ഡലത്തിൽ നടന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പാണ് PC ജോർജ് പറഞ്ഞത് തനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ സ്റ്റേറ്റ് ഭാരവാഹികളുടെ പങ്കടക്കം നമ്മൾ പുറത്തു വന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരികയാണല്ലോ. ഇതിപ്പോൾ PC ജോർജ് പ്രസംഗിക്കുന്നത് കൂടാതെ നേതാക്കൾ എല്ലാം തന്നെ പല തട്ടിലായതുകൊണ്ട് മറുവിഭാഗം ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം പുറത്തേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ കൊടിയുടെയും ചിഹ്നത്തിൻ്റെയും കാര്യം, കൊടിയും ചിഹ്നമൊക്കെ അവിടെ സൗജന്യമായി തന്നെ കേന്ദ്ര നേതൃത്വം അവിടെ കൊടുത്താണ്. എന്നിട്ട് അത് വാങ്ങാൻ എന്ന പേരിൽ ഫണ്ട് തട്ടിച്ചു. അത് പല പ്രധാനപ്പെട്ട നേതാക്കളും സ്വകാര്യ അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്കാണ് പണം വന്നതെന്ന് പറയുന്നു. അതിലും കോടികളുടെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനി ഈ പറഞ്ഞ കൊടകര കുഴൽപ്പണം എന്തായി? കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വലിയ ശക്തമായ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് പാതി വഴിയിൽ നിൽക്കുകയാണ്. പലയിടത്തും അത് ഒത്തുതീർപ്പുണ്ടായി എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ കരുവന്നൂരുണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ളയുണ്ടായിരുന്നു, സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു. ഈ കേസുകളൊക്കെ തമ്മിൽ ഒത്തുതീർപ്പായതുകൊണ്ടാണ് എന്നുള്ള ആരോപണം ഒരു വസ്തു വരുന്നുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരള പോലീസ് അംഗീകരിക്കാൻ കഴിയുന്നത് റോഡ് സൈഡ് റോബറി മാത്രമാണ്. അല്ല, ആ അന്വേഷണത്തിലും കേന്ദ്ര ഏജൻസിക്ക് കൊടുത്തതിനും താമസം ഉണ്ടായിരുന്നു. ആ അന്വേഷണത്തിലും വിജിലൻസ് അന്വേഷണത്തിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ ഘട്ടത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ്. കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞ് കേന്ദ്രം എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ED എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ഈ കോൺഗ്രസിലെയോ CPM-ലെയോ ഏതെങ്കിലും സ്ഥാനാർത്ഥികളായിരുന്നവർ പരാതിയുമായി പോയാലല്ലാതെ ഇതിന്മേലൊരു അന്വേഷണം നടക്കാൻ സാധ്യതയില്ല.
BJPക്ക് അകത്ത് നടക്കുന്ന അന്വേഷണം ആഭ്യന്തരമായി ഒരു അന്വേഷണമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും ആഭ്യന്തര അന്വേഷണമുണ്ട്. ആ ആഭ്യന്തര അന്വേഷണത്തിന് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിൽ കുമ്മനമുണ്ട്, P. കൃഷ്ണദാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മുൻ DGP ജേക്കബ് തോമസ് ഉണ്ട്. ജേക്കബ് തോമസ് ഇത് P. കൃഷ്ണദാസാണ്, P. K. കൃഷ്ണദാസ് അല്ല, P. കൃഷ്ണദാസാണ്. അതോടൊപ്പം ഈ മുൻ DGP ജേക്കബ് തോമസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്നിട്ട് അവിടുത്തെ CCTV ഒക്കെ ഓഫ് ചെയ്യാനൊക്കെ പറഞ്ഞു. ആ ദൃശ്യങ്ങൾ അത് ജേക്കബ് തോമസ് തെളിവെടുപ്പിന് വേണ്ടി ആൾക്കാരെ വിളിപ്പിച്ചടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ആ രീതിയിൽ അതത് സമയത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വേറെ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് PR ഏജൻസികളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ PR ഏജൻസി പാതി വഴിക്ക് ഇട്ടിട്ട് പോയി, അവർക്കും കോടികൾ കൊടുത്തു, അതിനുശേഷം വേറെ ആൾക്കാരെ ഏൽപ്പിക്കേണ്ടി വന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 12 കോടിയാണ് കേന്ദ്ര ഏജൻസി, ഇവരുടെ ഓഡിറ്റിംഗ് നടത്തുന്നത് സംസ്ഥാന നേതൃത്വം ഒരു ഓഡിറ്റിംഗ് നടത്തും, അതുകൂടാതെ കേന്ദ്ര ഓഡിറ്റിംഗ് ഉണ്ട്. ആ ഓഡിറ്റിംഗിൽ 12 കോടി കാണാനില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാനായിരിക്കുന്നത്. ആ 12 കോടി ഇനി അവരെന്തെങ്കിലും ഒരു കണക്കുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. അവിടെ അതിലും വലിയ കോടികളുടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ 12 കോടി ഒരു പൈസയല്ല. അപ്പോൾ എത്ര കോടികൾ ലാഭം കിട്ടി നോക്കാൻ വേണ്ടിയിട്ട്. അതെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. മുമ്പൊക്കെ BJPക്ക് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ സ്ഥിരമായി ചിലർ മത്സരിക്കുന്നു എന്നുള്ളതാണോ. ഇപ്പം മത്സരിക്കാൻ തള്ളാണ്. എന്താണ്, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഫണ്ട് വരും. ആ ഫണ്ടിലൊരു ഇവിടെ എറണാകുളത്തൊരു പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി മാത്രമാണെന്നൊരു പേരറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നേതാവുണ്ട്, ഈ ഫണ്ട് സമാഹരിക്കാൻ മതി. ഇപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില നേതാക്കൾ തന്നെ സ്ഥിരമായി നിൽക്കുന്നവരുണ്ട്. ആ മത്സരിക്കാനുള്ള തള്ളു നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ PC ജോർജിന് നിലപാട് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിർബന്ധിതനായി. പക്ഷെ പറഞ്ഞ വാചകങ്ങൾ അവിടെ കിടക്കുന്നു. അത് നമ്മളോടോ മാധ്യമപ്രവർത്തകരോടോ വെളിപ്പെടുത്തിയതല്ല, പാർട്ടിയുടെ അകത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി ഇപ്പോൾ നടപടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആഭ്യന്തര അന്വേഷണ സമിതി തീരുമാനിച്ച ശേഷം പരിശോധന നടത്തിയിട്ട് ഇപ്പം എന്താ നടപടി ഉണ്ടായെന്നറിയോ? വിവരം പുറത്തേക്ക് വിട്ട ഓഫീസിലെ കെയർ ടേക്കറെ പുറത്താക്കിയിട്ടുണ്ട്. അതാണ് നടപടി. അതല്ലാതെ പൈസ പോയതുമായി ബന്ധപ്പെട്ടല്ല, വിവരം പുറത്തേക്ക് പറഞ്ഞതിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന പുറത്താക്കപ്പെട്ടവരൊക്കെ തന്നെയും വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് തമ്മിലുള്ള സംഘർഷം നടക്കുമ്പോൾ പല വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പുറമുള്ള നിയമ നടപടികളിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ പോയാലല്ലാതെ ഒരു നടപടിയും BJPയുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യത. തിരിമറി തെളിയുമോ എന്നാണ് നമ്മുടെ ചോദ്യം. മധു, തിരിമറി തെളിയില്ല സ്മൃതി മാഡം. നേരത്തെ PR സുനിൽ പറഞ്ഞ വാഷിംഗ് മെഷീനൊക്കെ ഒരു പരിധിയുണ്ട് എന്നതുണ്ട്. PC ജോർജ് നെ അലക്കി വെളുപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നൊരു വാഷിംഗ് മെഷീൻ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. കേസും കൂട്ടവും ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ PC ജോർജ് ഈ നാടിൻ്റെ ജനാധിപത്യത്തിനും മതേതരമായ നിലയ്ക്കുമൊക്കെ നൽകിയിരിക്കുന്ന ഡാമേജ് വലുതാണ്. നമുക്ക് ഓർമ്മയുണ്ട് അനന്തപുരി സമ്മേളനത്തിൽ PC ജോർജ് നടത്തിയ പരാമർശം. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നടത്തിയ പരാമർശം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് അദ്ദേഹം അനന്തപുരി സമ്മേളനത്തിൽ നടത്തിയ പരാമർശമോ അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളോ ആവർത്തിക്കാൻ കഴിയുന്ന ബലമാർക്കെങ്കിലും ഉണ്ടോ? അത് പറയാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. മനുഷ്യൻ മറന്നിരിക്കുന്നവർ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വളരെ വർഗീയമായ മോശപ്പെട്ട സാഹചര്യം. ഇപ്പം നോക്കൂ, ഈവൻ വെള്ളാപ്പള്ളി നടേശനുമായി പോലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള വിദ്വേഷം വമിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന വാഷിംഗ് മെഷീനിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള PC ജോർജാണ്. PC ജോർജ് ഒരു കാലത്ത് പൂഞ്ഞാറുകാർക്ക് ഒരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്ന ഒരാളാണ്. സ്വന്തം നാക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് PC ജോർജ് ഇന്ന് കാണുന്ന PC ജോർജായി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ നാക്കൊരു കേമത്തമാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന ശേഷി അല്ലെങ്കിൽ സാഹചര്യം BJPക്ക് ഉണ്ടായിപ്പോയി എന്നിടത്താണ് PC ജോർജിൻ്റെ BJP എൻട്രി എന്ന് പറയുന്നത്. അദ്ദേഹം അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നികൃഷ്ടമായ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിനൊരു ഫാദർ ഫിഗറാണ് അല്ലേ? അത് പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ VD സതീശനോ എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാദർ ഫിഗറാണ്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചൊരു നികൃഷ്ടമായ പരാമർശം നടത്തുക, പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് തിരുത്തി പറയുക, ഇത്രയും കാലം ഉണ്ടാക്കിയ ഡാമേജിന് PC ജോർജിന്റെ തിരുത്തി പറയലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ കഴിയുമോ? അക്ഷന്തവ്യമായ രാഷ്ട്രീയത്തിൽ എന്നുള്ളതല്ല, മനുഷ്യത്വപരമായി പോലും തിരുത്താൻ കഴിയാത്ത ഒരുപാട് തെറ്റുകൾ ആ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ പേരാണ് PC ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരാളാണ് PC ജോർജ്. തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് PC ജോർജ് എന്തൊക്കെയാണ് പറഞ്ഞത്? 4.5 കോടി രൂപ മണ്ഡലത്തിലേക്ക് അയച്ചു. ആ 4.5 കോടി രൂപയുടെ കണക്ക് ഞാൻ ചോദിച്ചു. സജി കുരിക്കാട്ട് എന്ന് പറയുന്ന ആളോട് ഞാൻ കണക്ക് ചോദിച്ചു. 3 ദിവസം കണക്ക് തന്നില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്, 3 ദിവസം കണക്ക് തന്നില്ല. 3-ാമത്തെ ദിവസം 4.5 കോടിയുടെ കണക്ക് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു.
ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞാൻ വിളിച്ചു ചോദിച്ചു. 31,000 രൂപ ഒരു ബൂത്ത്, എത്ര ബൂത്ത് ഉണ്ടാകും ഒരു മണ്ഡലത്തിൽ നിന്ന് ആലോചിക്കണം, ഒരു ബൂത്തിലേക്ക് വരേണ്ടതാണ്. ആ ബൂത്തിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഏത് പൈസ എന്നവരെന്നോട് ചോദിച്ചു. അപ്പോൾ കൊടുക്കേണ്ട ആളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി എന്നാണ്. പിന്നീട് ഞാൻ ആ പണം തിരികെ വാങ്ങി, അത് ബൈബിളിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഞാൻ എരുമേലി പോയപ്പോൾ എന്നെ കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ച 4.5 കോടിയുടെ കണക്കോ? ഇദ്ദേഹം 3 ദിവസം ചോദിച്ചിട്ട് കിട്ടാതിരുന്നു ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ച് ഇദ്ദേഹം കണ്ട് ബോധിക്കപ്പെട്ട 4.5 കോടിയുടെ കണക്ക് എവിടെയാ? എരുമേലിക്കാരെന്തോ പറഞ്ഞപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയാണോ, അതോ ഞാൻ കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന 4.5 കോടി രൂപയാണോ? പി സി ജോർജ് വ്യക്തമാക്കാമോ? ഇല്ല, അദ്ദേഹത്തിന് അത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞത് മാറ്റി പറയാനും മാറ്റി പറഞ്ഞതെന്ന് തിരിച്ചു പറയാനുള്ള ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം ധരിച്ചു പോകുന്നു. അപ്പൊ കണ്ട് ബോധ്യപ്പെട്ട 4.5 കോടിയുടെ കണക്ക്, കണ്ട് ബോധ്യപ്പെട്ട് അത് തരികിടയാണ് എന്ന് തിരിച്ചറിഞ്ഞ 4.5 കോടിയുടെ കണക്ക് അദ്ദേഹം ഊതി പറപ്പിച്ച് കളഞ്ഞു, പൊക്കയാക്കി കളഞ്ഞു എന്നതാണ് സാഹചര്യം. എന്നിട്ട് ഈ 4.5 കോടി രൂപയുടെ കണക്ക് അദ്ദേഹം അങ്ങനെ ഒരു സംഭവമില്ലാത്ത പച്ചക്കള്ളമാണ്. ഈ സജി കൂരിക്കാട്ട് എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹം സത്യസന്ധനാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ആരോപണങ്ങളും ഇല്ല കേട്ടോ. കാരണം സജി കൂരിക്കാട്ടിന്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലാണ്. അപ്പോൾ നമുക്കറിയാത്തൊരു മനുഷ്യൻ ഈ പറയുന്ന അട്ടിമറി കാണിച്ചു, സാമ്പത്തിക ക്രമക്കേട് പറഞ്ഞു എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. അത് പറഞ്ഞ ആളുടെ പേര് പി സി ജോർജ് എന്നാണ്. ഇനി ഈ സജി കൂരിക്കാട്ട് എന്ന് പറയുന്ന ആൾ പി സി ജോർജുമായി വർഷങ്ങളുടെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ബി ജെ പിക്കാരനല്ല, ജനപക്ഷത്ത് നിന്ന് ബി ജെ പിയിലേക്ക് പി സി ജോർജിനൊപ്പം വന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളായി പരിചയമുള്ള, അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയിലേക്ക് വന്ന, അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം അടക്കം ചെയ്ത സജി കൂരിക്കാട്ടിനെ കുറിച്ച് എരുമേലിയിലെ ഒരു യോഗത്തിന് ആദ്യമായിട്ട് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച കുറച്ച് ഈ പച്ചക്കള്ളം, പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളം കേട്ട് സജി കൂരിക്കാട്ടിനെ തള്ളി പറഞ്ഞ ആളുടെ പേരാണ് പി സി ജോർജ്. ഇത്രയും കാലം കൂടെ കൊണ്ടുവരുന്ന നിഴല് പോലെ കൊണ്ടു കിടന്ന മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ തള്ളി പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു സജി കൂരിക്കാട്ട് സത്യസന്ധനാണ്, അദ്ദേഹമാണ് ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ എന്ന നിലയ്ക്ക് പിന്നീടത് തള്ളി പറയുകയും ചെയ്യുന്നു എന്നതാണ്. CPM ആവശ്യപ്പെടുന്ന ED അന്വേഷണമാണ്. KC വേണുഗോപാൽ പറയുന്നത് ഇതൊക്കെയാണ് ഈ 10-12 വർഷത്തെ ഭരണം കൊണ്ട് BJP രീതിയായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ അവിടെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ സിമി എന്ന് പറയുന്ന ഒരു സ്ത്രീ പോയി കൈവെള്ളയിൽ പണം വെച്ച് കൊടുക്കുന്ന സാഹചര്യം അടക്കം വന്നു. ഏതോ ഈ പറയുന്ന സിമിയുടെ ഏതോ ഒരു വല്യമ്മയാണ് എന്നായിരുന്നു അന്നത്തെ ന്യായീകരണം. എന്നിട്ട് ആ പണം കൊടുക്കുന്ന കാര്യമടക്കം മൊഴിയെടുക്കാനോ മറ്റോ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു എന്നാണ് ഏറ്റവും അവസാനം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ആ കേസ് എവിടെയും എത്തിയിട്ടില്ല. നാട് മുഴുവൻ ഈ പറയുന്ന ഈ മാർക്കറ്റ്, ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കിറ്റ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ കിറ്റുകൾ തരുമെന്ന ആളുകളെ പറഞ്ഞ് ബോധിപ്പിച്ച് അവരൊക്കെ വന്നുവാ. സുനിൽകുമാറൊക്കെ തൃശ്ശൂരിൽ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ സമരം നടത്തിയ സാഹചര്യം നമുക്കറിയാം. അങ്ങനെ വോട്ടിന് സാരി, വോട്ടിന് നോട്ട്, വോട്ടിന് കിറ്റ് തുടങ്ങിയ തെരിമറികളെല്ലാം നടന്നു. പലചരക്ക് കടയിലെ ബില്ല് വെച്ച് കേന്ദ്ര നേതൃത്വം സൗജന്യമായി കൊടുത്ത കൊടിക്കും ചിഹ്നത്തിനും കണക്കുണ്ടാക്കി അതിന്റെ ബില്ല് എടുത്തു കൊടുത്തു. അതിൽ പരാതി കൊടുത്ത ഒരു BJP കാരനാണ്. 10-12 കോടി രൂപ. പിന്നെ മറ്റൊന്ന്, തൃശ്ശൂരിൽ ഓഫീസിൽ 16 കോടി രൂപയോ മറ്റോ ചാക്ക് കെട്ടിൽ കെട്ടിവെച്ചു എന്ന് ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയവരൊക്കെ പാർട്ടിക്ക് പുറത്തുപോയി. ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ വളരെ വ്യക്തിപരമായൊരു അറിവ് പറയാം. 2014 തെരഞ്ഞെടുപ്പ് അതിനുശേഷം BJPയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പണം കൃത്യമായി സംസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ ഓരോ ഇടങ്ങളിലും ഉത്തരവാദിത്തമുള്ള 3-4 നേതാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് ഒരേ സമയത്താണ് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നത്. അതിൽ നിന്ന് ചില്ലിക്കാശ് ചെലവഴിക്കണമെങ്കിൽ അവരുടെ കളക്റ്റീവ് ഉത്തരവാദിത്വത്തിൽ മാത്രമേ നടക്കുമുള്ളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ആ സിസ്റ്റം മാറിയിരിക്കുന്നു. അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടായി. ആ സമയത്താണ് ഈ പറയുന്നത് പോലെ വീണ്ടും ഈ അക്കൗണ്ടബിലിറ്റി പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ മറുവിഭാഗം നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്കെതിരെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് എന്താണെന്നറിയാമോ? പുറത്തു പറഞ്ഞു, വിവാദമുണ്ടാക്കി, പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതായിരുന്നു നിലപാട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇത് പുറത്തു പറയരുത് എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഈ കമ്മീഷനെ നിയമിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരുടെ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ പരാതിക്കാർ വന്നില്ല. പരാതിക്കാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഘട്ടത്തിലേക്ക് മൊഴിയെടുപ്പ് മാറ്റിവെക്കണം. അവരോട് വരാൻ പാർട്ടി നിർദ്ദേശിക്കണം. അപ്പോൾ പാർട്ടി നിർദ്ദേശിക്കണം, പരാതി നൽകാൻ പാർട്ടി നിർദ്ദേശിക്കണം. കാരണം ഇതിന്റെ ഉള്ളുകളി അറിയണ്ടേ. പക്ഷെ എന്താണ്, വന്നില്ല, എളുപ്പമായി, കേസ് വൈൻഡപ്പ് ചെയ്തു, ഇനിയിപ്പോൾ കേസില്ല എന്നുള്ളതാണ്. ഇങ്ങനെയെല്ലാം ഈ പറയുന്ന വോട്ടിന് നോട്ട് മുതലുള്ള പരാതികൾ മുഴുവൻ കെട്ടി ഏതെങ്കിലും ഒരു അട്ടത്ത് വെക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു പൂഞ്ഞാറിലെ വെടിപൊട്ടിക്കൽ പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്, ഒരു കഥ വായിക്കുമ്പോൾ ആദ്യത്തെ പേജ് വായിച്ചാൽ പോരാ,
പിന്നീട് പി സി ജോർജ് തിരുത്തിയല്ലോ. അപ്പൊ അവസാനത്തെ പേജും വായിക്കണം, അതിനുശേഷം ആ കഥ ശുഭപര്യവസായി എന്ന് പറഞ്ഞ് അടച്ചു വെക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള സമൂഹത്തിന് അത് സൗകര്യമുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ കഥയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളും അവസാനത്തെ പേജിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ അവ്യക്തതയുണ്ട്. അതാണ് പറഞ്ഞത്. നാളെ കോടിയുടെ അദ്ദേഹം കണ്ടുബോധ്യപ്പെട്ട കണക്കും അദ്ദേഹം പിന്നീട് പറഞ്ഞ ഈ സജി കുരിക്കാട്ടിനോടുള്ള വിശ്വാസ്യതയും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. എരുമേലിയിൽ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതല്ല എന്ന വസ്തുത അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും പഴയ നിലപാടിനും ഇടയിൽ ഇങ്ങനെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സജി കുരിക്കാട്ട് കൊടുത്ത കണക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാവുന്നതാണോ? ആ കണക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വത്തിന്റെ ഓഡിറ്റും കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റും ചെലവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ശരിയാണ്, 40 ലക്ഷം. ഇപ്പൊ നേരത്തെ നമ്മളൊരു ചർച്ചയിലിരിക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും 40 ലക്ഷത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികളുടേത് എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത് പുറത്തു പറഞ്ഞാൽ അന്വേഷിക്കാനുള്ള ബാധ്യതയും പുറത്തു പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള ബാധ്യതയും അതാത് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അത് കഴിഞ്ഞൊരധ്യായം, അടഞ്ഞൊരധ്യായം എന്ന നിലയ്ക്ക് കോംപ്രമൈസ് ആക്കി വെക്കാനുള്ള ഒരു തിടുക്കമാണ് ഇന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബി ജെ പിയുമായി സംബന്ധിച്ച് പണവുമായി ബന്ധപ്പെട്ട്, ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ ഉണ്ടായ തെരഞ്ഞെടുപ്പാണിത്. അവർക്കത് കുഴപ്പമില്ല എന്നതാണ് അവരുടെ നിലപാട്. നേരത്തെ ഞാൻ പറഞ്ഞ സെബാസ്റ്റ്യൻ കുളത്തുങ്ങളിൽ നിന്ന് തെറ്റിപ്പോയതാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം ജെ ആണ്. സെബാസ്റ്റ്യൻ എം ജെ ആണ്. അദ്ദേഹം പരാതി ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര്. അദ്ദേഹം പരാതി കൊടുത്തെങ്കിൽ എന്തെങ്കിലും ആ തരത്തിലുള്ള നിയമ പോരാട്ടം അതിൽ നടക്കുമെന്നുള്ളതാണ്. തിരിച്ചെത്താൻ നമുക്ക് ചർച്ചയിലേക്ക്. ശ്രീയാൻജോ, തിരിമറി തെളിയുമോ? ഇതൊക്കെ എന്ത് എന്നുള്ള നിലപാടാണ് ബി ജെ പിക്ക്. ഞങ്ങൾ ഇതൊക്കെ ചെറുത് എന്നുള്ള നിലപാടാണ്. പക്ഷേ പി സി ജോർജ് ഇതിനകത്ത് കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഇതിനാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ബി ജെ പി കേന്ദ്ര നേതൃത്വം 450 കോടി എങ്ങാണ്ടാണ് കേരളത്തിലേക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പം അത്രയും പൈസ എതിലെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. എല്ലാ സ്ഥാനാർത്ഥികളോടും നോക്കി ഇപ്പോൾ അവിടുത്തെ മേഖലാ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റോടത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ഒന്നും പിന്നെ ഇത് അതാത് സ്ഥലത്തെത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഈ സജി കുരിക്കാടിൻ്റെ അടുത്ത് പണം കിട്ടിയെന്നാണല്ലോ. സജി കുരിക്കാട് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് പിന്നെ താഴേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അവിടെ അതാണ് പുള്ളി പറഞ്ഞ ഇത് ഈ പൈസ കിട്ടി കാറ് മേടിച്ചവനൊക്കെ കാർ ഇടിക്കുക എന്നുള്ള നിലയ്ക്കാണ് പി സി ജോർജ് പറയുന്നത്. മുടിഞ്ഞു പോകുന്നതാണ്, ശപിക്കുകയാണ്, ഞാൻ അറിഞ്ഞ് ശപിക്കുക എന്ന് പറയുന്നത് പോലെ പുള്ളി പറയുകയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഈ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് പണമായിരിക്കും. പണവുമായി ബന്ധപ്പെട്ട് വലിയ കുറച്ച് വോട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ച് പണം കൊടുത്ത് വോട്ട് മേടിക്കാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത്. അതാണ് ഈ പി സി ജോർജ് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടത്. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് പോലും കിട്ടിയില്ല. പുള്ളിക്ക് കിട്ടേണ്ട വോട്ട് 38,000 വോട്ടോ 36,000 വോട്ടോ കണ്ടാണ് പുള്ളിക്ക് കിട്ടിയത്. അത് കിട്ടി പുള്ളിക്ക്. അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല. അപ്പോൾ ഈ പണം എവിടെ പോയി എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇന്ന സ്ഥലത്തൊന്നും കൊടുത്തിട്ടില്ല. അത് ആ മനസ്സിൽ വന്ന കാര്യം അവിടെ അങ്ങ് പറഞ്ഞു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളോടും നമ്മൾ സെപ്പറേറ്റ് വിളിച്ച് ചോദിച്ചോളൂ എത്ര പൈസ മുടക്കി. ഭയങ്കര പൈസ മുടക്കി, പക്ഷേ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയും. പക്ഷേ അത് പൈസ മുടക്കിയിട്ടില്ല. അതിതൊക്കെ അടിച്ചു മാറ്റി പോവുകയാണ് പൈസ മുഴുവൻ. ഇപ്പം ഈ പാലക്കാട് നമ്മൾ എന്താ കണ്ടത്, സാരി കൊടുക്കാം, പിന്നെ പൈസയും കൊടുക്കും, സാരിയും കൊടുക്കും, പൈസയും കൊടുക്കും. തൃശ്ശൂർ വന്നപ്പോൾ അത് സാരി, പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ വോട്ടിന് കിറ്റായി, ഓരോ കിറ്റ് കൊടുക്കും വോട്ടിന്. അപ്പം ഇതെന്ന് പറയുന്നത് പറയുമ്പോൾ വലിയ സംഭവമായിരിക്കും, ഇത് വളരെ ചെറിയ പൈസ മതി. കാരണം ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 500-1000 കിറ്റ് കൊടുത്താൽ തന്നെ 2000 കിറ്റ് കൊടുത്താൽ തന്നെ ഒരു പെർസെപ്ഷൻ വരുമല്ലോ, കുറേ കിറ്റ് കൊടുത്തു എന്നുള്ള പെർസെപ്ഷൻ വരും. ബാക്കി മുഴുവൻ അങ്ങനെ അടിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഇത് പിന്നെ ആരോടാണ് ഇത് പറയുന്നത്? ഇത് രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇത് പറയേണ്ടത്. അതാണ് ഇദ്ദേഹത്തിന് മൊത്ത കച്ചവടക്കാരൻ പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളിനോട് ഇത് പോയി പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പുള്ളി ഈ പിന്നെ ബി ജെ പിനെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബി ജെ പി കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ MD ആയിട്ട് പുള്ളി ഇരിക്കുകയാണ്. 2 സെക്രട്ടറിമാരെയും വെച്ച് പുള്ളി അത് കൈകാര്യം ചെയ്യണം. ഓഫീസിലേക്ക് കയറണമെങ്കിൽ തമ്പിം പ്രശ്നം വേണം, ഫേസ് ഐ ഡി ഉണ്ടെങ്കിലൊക്കെ ഓഫീസിലേക്ക് കയറി ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലണമെങ്കിൽ തമ്പിം പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രസിഡന്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഏത് സംസ്ഥാന ഓഫീസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം എല്ലാം അടച്ചുപൂട്ടി ഭദ്രമാക്കി. അതാണ് ബി ജെ പിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. അത് പഴയ ഒരു സംവിധാനമൊക്കെ മാറി ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആരൊക്കെയാണ്, എവിടേക്കാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും അറിയില്ല. പുള്ളിക്കാണെങ്കിൽ പുള്ളി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചല്ലാതെ വേറെ സംസ്ഥാനത്തിൽ ഒരു ഭാഗത്തേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സംഭവിച്ചതെന്ന് പറയുന്നത് ഇത്രയും പണം പുള്ളി തന്നെ കൈകാര്യം ചെയ്തു, പുള്ളീൻ്റെ ആൾക്കാരെ വെച്ച് തന്നെ എല്ലാ സ്ഥലത്തും കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ അണികളിലേക്ക് പണം എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ പണത്തെക്കുറിച്ച് പറയുമ്പോൾ 40 ലക്ഷമാണല്ലോ ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കാൻ പറ്റുന്ന പണം. ഈ 40 ലക്ഷമാണോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നത്? ഏതെങ്കിലും പാർട്ടി 40 ലക്ഷം മുടക്കിയിട്ടാണോ? ഒരു മിനിമം ചിലപ്പോൾ ഒരു 1.5 കോടിയൊക്കെ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇത് 3 ഇരട്ടി 4 ഇരട്ടി എന്നുള്ള നിലയിലേക്ക് ബി ജെ പി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 4 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വരുന്ന സമയത്ത് അത് ഇവിടെ മുടക്കിയാലല്ലേ വോട്ട് കിട്ടുള്ളൂ.
അതൊരിക്കലും മുടക്കാറില്ല BJP. അപ്പം നേരത്തെ സ്മൃതിയോടെ പറഞ്ഞപ്പോൾ ഞാനതാണ് പറഞ്ഞത്. കാരണം എന്താ പറഞ്ഞാൽ ഈ കേന്ദ്രം കണക്കെടുക്കുന്നത് എന്താ അറിയോ, ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും ലാഭം കിട്ടിയ ആളാരാണ്, ഏത് നേതാവിനാണ് കിട്ടിയത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ അവരുടെ കാര്യം അവിടെ ചീട്ട് കീറിയ പോലെയാണ് കണക്കാക്കപ്പെടുക. അതോടുകൂടി അടുത്ത ഇലക്ഷന് ഒരു പുനഃസംഘടന വരും, അവൻ ഔട്ടാവും. ആ രീതിയിലാണ് BJP എല്ലാം പോകുന്നത്. അല്ലാതെ ഇത് ആർക്ക് കൊടുത്തു അത് പിടിച്ചെടുക്കുക എന്നുള്ളതും പ്രാക്ടിക്കലായ കാര്യമില്ല. ഇതെല്ലാം കള്ളപ്പണമാണ്. ഇവിടെ ED അന്വേഷിക്കാൻ വരില്ല, CBI അന്വേഷിക്കാൻ വരുന്നില്ല, ഇൻകം ടാക്സ് അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഇതിപ്പോൾ ആർക്ക് കിട്ടിയെന്ന് അറിയാതെ മാത്രമേ കേന്ദ്ര ഏജൻസി, പിന്നെ സർക്കാർ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. പിന്നെ പരാതി കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ആർക്കാണ് പരാതി കൊടുക്കാൻ പോകുന്നത്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട കേസാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചെലവുമായി ബന്ധപ്പെട്ട കേസോ, രണ്ടും കേന്ദ്രമാണ് അന്വേഷിക്കേണ്ടത്. ഇവരന്വേഷിക്കുമോ? ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പറയാം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് അറിയുക? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പിന്നെ നേതാക്കന്മാർ വന്ന് അന്വേഷണം നടത്തുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് പോയിട്ടുള്ളത്, എങ്ങനെയാണ് പോയിട്ടുള്ളത്. എല്ലാവരുടെയും മൊഴിയെടുത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അവർ പോയി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും ഉണ്ട് കേട്ടോ. നമ്മൾ പ്രത്യക്ഷത്തിലില്ലെങ്കിലും അത് കഴിഞ്ഞ് പുനഃസംഘടന കഴിയുമ്പോൾ ആ നേതാവ് വഴി കൂടെ പോകുന്നത് കാണാം. നിങ്ങൾ മുൻപോട്ടുള്ള ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ വിവരം പുറത്തേക്ക് പറഞ്ഞ ആളെ പുറത്താക്കി. അല്ല, അത് ഇദ്ദേഹത്തിനല്ല പുറത്താക്കാനുള്ള പവർ. കാരണം ഇദ്ദേഹത്തിന് പുറത്താക്കാൻ പറ്റുന്ന ആൾക്കാരുടെ പിന്നെ അതല്ല പറഞ്ഞത്, പരാതിയില്ല, അന്വേഷണമില്ല, പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു, ഞങ്ങൾ തന്നെ നടപ്പിലാക്കി, നമ്മളെ തീർന്നു എന്നുള്ള നിലയ്ക്കാണ് പുള്ളി പറഞ്ഞത്. കാരണം എന്താ, പുള്ളിൻ്റെയാണ് ഈ പ്രശ്നം. കാരണം ഈ പൈസ കൈകാര്യം ചെയ്ത ആരാ? ഇത്രയും നാളും RSSനൊക്കെ അതിൻ്റെ അത് RSSൻ്റെ സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇത്രയും നാളും BJP-യിൽ. ഇപ്പോൾ സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഇല്ല BJP-യിൽ. കാരണം RSSന് അതിനൊരു ബന്ധമില്ല, നിങ്ങൾ എന്തിനും കാണിക്കുക എന്നുള്ള നിലയ്ക്കാണ് കേരള RSSനെ ഇതിനെ കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ ചുമതലയിലെ സെക്രട്ടറിമാരില്ല. ഇലക്ഷൻ നിയന്ത്രിക്കാൻ പോലും സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവരത് കൈകാര്യം ചെയ്യാൻ ഇത് ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ PC ജോർജിനെ മാത്രം കുറ്റമായിട്ട് ഇതിനെ കാണണ്ട. കാരണം ഇത് മൊത്തമായിട്ടുള്ള കുറ്റമാണ്. അത് മാത്രമല്ല PC ജോർജിന്റെ വെളിപ്പെടുത്തൽ PC ജോർജിന്റെ സ്വതന്ത്ര ശൈലിയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഏറ്റവും വലിയ രസം അറിയോ, ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരുത്തരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പിടിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തമുള്ള ആൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കൊടിയുടെ ആരോപണമായാലും GST തട്ടിപ്പും ഇതെല്ലാം തന്നെ അതിനകത്ത് നിന്ന് പുറത്തു വന്ന വിവരങ്ങളാണല്ലോ. ആണ്. അല്ല, എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. BJP-നെ സംബന്ധിച്ചിടത്തോളം BJP-യിലെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പണക്കം കൊണ്ടാണ്. ഇത്രയും നാൾ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 ഗ്രൂപ്പോട് ഒന്നിച്ച് വേറൊരു ഗ്രൂപ്പ് വന്നു. ഇപ്പം അതാണ് ഈ പ്രസിഡന്റ്. കാരണം ഇത് പ്രസിഡന്റിൽ പറഞ്ഞാൽ പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണല്ലോ, അതിൻ്റെ കീഴിലേക്കാണല്ലോ ഈ സംവിധാനം മുഴുവൻ നടന്നു പോകുന്നത്. അപ്പോൾ ആരാണോ പ്രസിഡന്റ് വരുന്നത് അവർക്കൊരു ഗ്രൂപ്പ് പെട്ടെന്നുണ്ടാവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ കേരളത്തിൽ BJP-നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. BJP നേതൃത്വം പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ BJP-യുടെ അണികളെയോ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP-യുടെ ജില്ലാ പ്രസിഡന്റുമാരെ അടക്കം സുരേന്ദ്രൻ വെച്ചിട്ട് പോയ ആൾക്കാരാണ് മുഴുവൻ ആൾക്കാർ. അതിന് ഓഫീസിലെ ചുമതല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനേ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാർട്ടി പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിജയം കിട്ടി എന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഈ 3 മണ്ഡലം എന്ന് പറയുന്നത് അവർ ഉറപ്പിച്ച മണ്ഡലങ്ങൾ തന്നെയാണ്. വോട്ട് ഷെയർ വലിയ രീതിയിൽ കുറവ് വന്നു കേരളത്തിൽ. അതാണ് പറഞ്ഞത്, കേരളത്തിൽ BJP പിന്നോട്ട് പോവുകയും ഈ പറഞ്ഞവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന 2-3 മണ്ഡലം കിട്ടി എന്നുള്ളതിനൊക്കെ അപ്പുറമില്ല. മണ്ഡലങ്ങളല്ലല്ലോ. പക്ഷെ നോക്കൂ, കോർപ്പറേഷൻ പിടിച്ചു, 3 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചു. ഇതുവരെയുള്ള ആർക്കും നേടാൻ കഴിയാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതാണ് അത് ഫോക്കസ്ഡ് അവിടെയാണ്. അല്ല, അതാണ് മാധു, അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇത്രയും നാളും എന്താ സംഭവിച്ചത്, ഇത്രയും നാൾ കിട്ടിയ പൈസ കേരള സംസ്ഥാനം മുഴുവൻ ചെലവാക്കി. ഇപ്രാവശ്യം കിട്ടിയ പൈസ അവർ പുള്ളിൻ്റെ മണ്ഡലത്തിൽ തന്നെ ചിലവാക്കി. അപ്പോൾ പ്രശ്നം അവസാനിച്ചല്ലോ. അപ്പോൾ പറയുമ്പോൾ മൊത്തത്തിൽ കിട്ടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനും തന്നെയുള്ള അവസ്ഥ. കാരണം വേറെ കോർപ്പറേഷനൊന്നും നോക്കിയില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പ്രസിഡന്റ് സെക്രട്ടറി അവിടെ തന്നെ വർക്ക് ചെയ്തു. ബാക്കി സംസ്ഥാനം മുഴുവൻ BJP പോയാലും ഞാനെന്തോ നേടിയെടുത്തുള്ള പെർസെപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരി, അപ്പോൾ തിരിമറി തെളിയുമോ എന്ന ചോദ്യത്തിന് 4 പേരും ഒരുപോലെ പറയുന്നു തെളിയാൻ ഒരു സാധ്യതയുമില്ല. Meet the editors.